നമസ്കാരം. കാണാക്കാഴ്ചയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വിറ്റ്സർലൻഡിനെ സംഗീത സാന്ദ്രമാക്കി അൽഫോൺ ഫെസ്റ്റിവൽ നടന്നു. അൽഫോണിൽ വിസ്മയം തീർക്കുന്ന 150ഓളം കലാകാരന്മാരാണ് സംഗീത വിരുന്നൊരുക്കാനായി ഇവിടെ ഒത്തുചേർന്നത്. സംഗീത സാന്ദ്രമായിരുന്നു സ്വിറ്റ്സർലൻഡിലെ മൗണ്ട് റക്കൌട്ട് കുന്നിൻ ചെരിവ്. 13ാമത് അൽഫോൺ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് 150ഓളം പേരാണ് അൽഫോണിൽ സംഗീത വിസ്മയം തീർക്കാൻ ഇവിടെ എത്തിയത്. യൂറോപ്യൻ മേഖലകളിൽ ഉപയോഗിച്ചു വരുന്ന തടിയിൽ തീർത്ത സംഗീതോപകരണമാണ് അൽഫോൺ. 16ാം നൂറ്റാണ്ടിൽ ആട്ടിടയന്മാർ ആട്ടിൻപറ്റങ്ങളെ ഒരുമിച്ച് വിളിച്ചുകൂട്ടാനാണ് ഈ ഉപകരണം ഉപയോഗിച്ചിരുന്നത്. സ്വിറ്റ്സർലൻഡിൽ നിലവിൽ 4000ഓളം പേരുണ്ട് ഈ ഉപകരണം ഉപയോഗിക്കുന്നവരായി. കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഉപകരണത്തെക്കുറിച്ച് പുതുതലമുറയ്ക്ക് മനസ്സിലാക്കുന്നതിനും ഇത്തരം ഫെസ്റ്റിവൽ സഹായിക്കുന്നു. വർഷങ്ങളായി സംഗീതപ്രേമികൾ 3 ദിവസത്തെ ഫെസ്റ്റിവലിനായി ഇവിടെ ഒരുമിച്ച് ചേരും. അൽഫോണിനെ കുറിച്ച് പറയുമ്പോൾ പലർക്കും പല അഭിപ്രായമാണ്. ഫ്രാൻസിൽ നിന്നുള്ള ജീൻ മാരി സിഡ്ലറെ സംബന്ധിച്ച് പ്രണയത്തിന്റെ പ്രതീകമാണ് അൽഫോൺ. C'est une histoire d'amour. J'ai plus que du cor des Alpes qui tourne dans la voiture. J'ai plus que ça. Et le yodeler d'Appenzell, idem. J'ai pleuré d'ailleurs la première fois que j'en ai vu, que j'en ai entendu. സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള ക്രിസ്റ്റോഫ് ഗില്ലോണിന് മനസ്സിനെ സ്വതന്ത്രമാക്കാനുള്ള ഉപകരണമാണ് ഇത്. Particularly when we had all of the alpine horns together, that was very evocative, quite emotional really. And the location is such a fantastic location. And last night we were here, so we enjoyed the partying down the hill in the tent when everybody was dancing, and it was clear that participation was the most important thing. അൽഫോണിൽ സംഗീതം തീർക്കുകയെന്നാൽ അല്പം ശ്രമകരമാണെന്നാണ് കരീൻ ടിസോണി പറയുന്നത്. മറ്റ് സംഗീതോപകരണങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എല്ലാവരും ഒരേ ടൂണിൽ വായിക്കുക എന്നതും വളരെ ബുദ്ധിമുട്ടാണ്. C'est difficile de jouer juste et c'est vrai qu'il y a des notes qui sonnent faux, on va dire, qui sonnent pas dans le tempérament habituel. Et on se demande toujours comment ils vont gérer le fait que leur instrument joue faux. സ്വിറ്റ്സർലൻഡിലെ ചെറിയ നഗരമായ നെന്താസിലെ അൽഫോൺ ഫെസ്റ്റിവൽ കാണാൻ നിരവധി പേരാണ് ഇവിടെ എത്തിയത്.